പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന ആ വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ ഗിരിപ്രഭാഷണങ്ങളിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ കണ്ടത്. അതിനകത്ത് തന്നെ ഏറ്റവും ആദ്യം പറഞ്ഞ ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ആഴ്ചക്കാലം ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടുത്ത വാക്യം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഈ ഒരു വചനവേദഭാഗം നമുക്ക് പെട്ടെന്ന് തോന്നും, ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ദുഃഖിക്കുന്നവരെങ്ങനെയാണ് ഭാഗ്യവാന്മാരാകുന്നത്? ആശ്വാസം ലഭിക്കുന്നതൊക്കെ നല്ല കാര്യം, പക്ഷേ ഈ ഭാഗ്യവാന്മാരെന്ന് പറയാൻ കാരണം എന്ത് എന്നൊക്കെ ഒരു സാധാരണഗതിയിൽ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംശയം തോന്നാറുണ്ട്. അത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ നമുക്കിന്ന് അതിൻ്റെ ആത്മീയമായ അർത്ഥം കുറച്ച് ഡീറ്റെയിലായിട്ട് ആഴത്തിൽ ചിന്തിക്കാൻ യേശുവിൽ ശരണപ്പെടുന്നു. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ഇരുന്നാൽ ഇന്ന് കേൾക്കുന്ന ദൈവവചനം അത് നമ്മുടെ നിത്യജീവൻ്റെ ആ യാത്രയിൽ, ആ നിത്യജീവനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അതൊരു വലിയൊരു മുതൽക്കൂട്ടായി തന്നെ തീരുമെന്ന് ഞാൻ ആത്മാവിൽ അത് കാണുന്നു, മനസ്സിലാക്കുന്നു. കാരണം വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വാക്യമാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വചനം എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്നോട് അത് വെളിപ്പെടുത്തി തരണമേ, എനിക്ക് വെളിപ്പെടുത്തി തരണമേ, മനസ്സിലാക്കി തരണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ അടിയനെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുവാൻ, അത് കിട്ടുവാൻ, അത് ലഭിപ്പാൻ, അടിയൻ്റെ നാവോടുകൂടി ഇരിപ്പാൻ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥന ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ദുഃഖമാണ് ഇവിടെ യേശു ഉദ്ദേശിച്ചത് എന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നെഹമ്യാവ് 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അത് 1 മുതൽ 4 വരെ. നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ ഉത്സവ മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. പറഞ്ഞത് എന്തെന്നാൽ, പ്രൈസ് ലോർഡ്. താങ്ക് യു ആൻറ്റി. ഇവിടെ നമ്മൾ വായിച്ച ഈ വേദഭാഗം നെഹമ്യാവിന് വളരെയധികം ദുഃഖം ഉണ്ടാക്കിയ ഒരു കാര്യം, നെഹമ്യാവിനെ കരയിപ്പിച്ച ഒരു കാര്യം ആണ് നമ്മൾ വായിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്
യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഈ വേദഭാഗങ്ങൾ ഈ ഒരു ആശയത്തിൽ വേണം നമ്മൾ എടുക്കാൻ. അതായത് ദൈവികമായ ചില പദ്ധതി, ദൈവികമായ ചില സിസ്റ്റങ്ങൾ, ദൈവികമായ ചില കാര്യങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ നടക്കേണ്ടുന്നതിന് പകരം അതിന് ടോട്ടലി വിപരീതമായ ഒരു കാര്യമാണ് ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് പ്രവാസത്തിൽ പോയപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു അവസ്ഥ, അതായത് യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞ് കിടക്കുന്ന ആ അവസ്ഥ, വാതിലുകൾ തീ വെച്ച് ചുട്ട് കിടക്കുന്ന അവസ്ഥ, ആ സ്ഥലം അല്ലെങ്കിൽ ആ സംസ്ഥാനം വളരെയധികം അപമാനത്തിലിരിക്കുന്ന അവസ്ഥയെ നെഹമ്യാവ് കേട്ടപ്പോൾ നെഹമ്യാവിന് യഥാർത്ഥമായ ദുഃഖം വന്നു. കുറച്ച് നാളുകൾ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടിരുന്നിട്ട് നെഹമ്യാവ് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ എന്ന് തുടങ്ങിയിട്ടാണ് അടുത്ത കുറച്ച് വാക്യങ്ങൾ എഴുതിയേക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങളോടും വായിക്കാം. അതിന് താഴെ 1-ാം അധ്യായത്തിൽ 5 മുതൽ താഴോട്ടുള്ള വാക്യം. ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നിങ്ങൾ ദ്രോഹം ചെയ്യുകയാൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ദുഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് കുറച്ച് പരിചിതമായ വേദഭാഗം തന്നെയാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥ നെഹമ്യാവ് കേട്ടപ്പോൾ നെഹമ്യാവ് യഥാർത്ഥമായി ദുഃഖിച്ച് കരഞ്ഞ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത്, കണ്ടത്, വായിച്ചത്. നെഹമ്യാവ് ആ ഒരു കാര്യം യഥാർത്ഥമായി ഉൾക്കൊണ്ട് നെഹമ്യാവിന് മനസ്സിലായി, ശരിക്കും ഇസ്രായേൽ മക്കളുടെ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് ഇതായിരിക്കരുത്, ഇതല്ല ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ചത്. പക്ഷേ പാപനിമിത്തം, ദൈവത്തിൽ നിന്ന് അകന്നു പോയത് നിമിത്തം ദൈവം അവരെ പ്രവാസത്തിലോട്ട് ഏൽപ്പിക്കുകയും ആ ഇസ്രായേലിനെ വളരെ കഷ്ടത്തിലാക്കുകയും ചെയ്ത ഒരു അവസ്ഥ ആണ് നെഹമ്യാവിന് ശരിക്കും ദുഃഖമുണ്ടാക്കിയ കാര്യം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥ, അത് നമ്മുടെ പേഴ്സണൽ ലൈഫായിരിക്കാം, നമ്മുടെ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമായിരിക്കാം, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയായിരിക്കാം, നമ്മുടെ ആരോഗ്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഇഷ്യൂസോ പ്രശ്നങ്ങളായിരിക്കാം, ജോലി സ്ഥലത്തിലെ പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ പ്രശ്നങ്ങളായിരിക്കാം, സഭയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാം. അപ്പോൾ യഥാർത്ഥമായി ബൈ ഡീഫാൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്.
ആ എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങൾക്ക് വിപരീതമായി വളരെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ തന്നെ വിശ്വാസികൾക്ക്, ദൈവത്തിൻ്റെ മക്കൾക്ക് പരീക്ഷ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്നല്ല, ദൈവം അനുവദിച്ചിട്ട് വരുന്ന പരീക്ഷയാണെങ്കിൽ അത് ആത്മാവിനാൽ വ്യക്തമായിട്ട് അറിയാം. കാരണം ഇവൻ്റെ ആത്മാവ് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. അതേസമയം പാപം ചെയ്തിട്ട് വരുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആണെങ്കിൽ ഒരു ചിലപ്പോൾ ഒക്കെ ഇയാൾക്ക് മനസ്സിലാകുന്ന ഒരു അവസ്ഥയിൽ പോലും ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇവർക്കത് മനസ്സിലാവുക പോലുമില്ല. അതിൻ്റെ ഒന്നാമത്തെ ഒരു കാരണമാണ് എന്തുകൊണ്ട് ഈ നെഹമ്യാവിന് മാത്രം ഇങ്ങനെ തോന്നി, വേറെ ആർക്കും തോന്നിയില്ല. അത്രയും ജനങ്ങൾ അവിടെ ഉണ്ടായിട്ട് ഒരു കുഴപ്പമില്ലാതെ രാജാവിൻ്റെ പാനപാത്രവാഹനായിട്ട് കൊട്ടാരത്തിൽ അടിപൊളിയായിട്ട് ജീവിക്കുന്ന നെഹമ്യാവിന് എങ്ങനെ ദുഃഖം തോന്നി? ഈ വേറെ ആർക്കും നെഹമ്യാവിൻ്റെ അത്രയും ദുഃഖം തോന്നിയില്ല. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നെഹമ്യാവിൻ്റെ ഈ എഴുത്താണ് ബൈബിളിൽ ചേർത്തേക്കണേ, അല്ലെങ്കിൽ വേറെ ആരുടെയും അത്രയും റെക്കോർഡിക്കലായിട്ട് വന്നിട്ടില്ല. ദുഃഖം ഒട്ടുമില്ല എന്നല്ല, എന്തായാലും നെഹമ്യാവിന് തോന്നി അത്രയും ദുഃഖം എവിടെയും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് പഠിക്കാൻ ഒരു ചാൻസുമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കേണ്ട ഒരു യഥാർത്ഥമായ കാര്യം, ഈ ദുഃഖത്തിൻ്റെ വകുപ്പ് ഏതായാലും മനസ്സിലായി. അതായത് ദൈവത്തിൻ്റെ ഒരു സിസ്റ്റമുണ്ട്. ദൈവം ശരിക്കും പറഞ്ഞ ഓരോ വ്യക്തി ജീവിതങ്ങളെയും വിളിച്ചത് നമ്മൾക്ക് ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ എളുപ്പത്തിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടാൻ ഏതെങ്കിലും മാതാപിതാക്കൾ, സുബോധമുള്ള ഏതെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹപ്പെടുവോ? അല്ലെങ്കിൽ അവരങ്ങനെ എത്ര വലിയ വികൃതി പിള്ളേരാണെങ്കിലും അവർ ബുദ്ധിമുട്ടണം, അവർ നശിക്കണമെന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹിക്കുമോ? അങ്ങനെയെങ്കിൽ, അതായത് ദോഷികളാകുന്ന നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനാകുന്ന പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം നൽകുമെന്ന് ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ആത്മാവിനെ എത്ര അധികം നൽകുമെന്ന് വേറൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആത്മാവ് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ ആശയം. കാരണം ആത്മാവിനെ കിട്ടിയ ഓട്ടോമാറ്റിക്കലി നന്മയും വരും. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കണ്ടായിരുന്നു, ആത്മാവിനെ ബെഗ് ചെയ്ത് സ്വീകരിച്ചോണം. അപ്പം എന്തൊക്കെ ജീവിതത്തിൽ നന്മ വരാനോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണമെങ്കിലൊക്കെ ആത്മാവിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ഈവൻ ബൈബിള് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ പോലും ആത്മാവിൻ്റെ കൃപ വേണം, അല്ല ആത്മാവിൻ്റെ പ്രസൻസ് വേണം, ആത്മാവിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ അതുപോലത്തെ ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ആ കാര്യങ്ങളൊക്കെ വേണം. അതും ആത്മാവാണ് എപ്പോഴും. കാരണം വെച്ചാൽ ബൈബിള് ഏത് രാഷ്ട്രീയക്കാർക്കും വായിക്കാം, സാഹിത്യകാരന്മാർക്കും വായിക്കാം, ആർക്കും വേണമെങ്കിലും വായിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ എഴുതിയിരിക്കുന്ന വചനം അത് വെളിപ്പെടുത്തുന്ന ആ പ്രക്രിയ നടക്കുന്നത് ആത്മാവിൻ്റെ പ്രസൻസിലൂടെയാണ്. അതുപോലെ തന്നെ ബുദ്ധി, ഈ ശലോമോന് ബുദ്ധി കൊടുത്ത്, അത് ആ ഒരു വിശേഷ ബുദ്ധിയിലാണ് ശലോമോൻ്റെ എല്ലാ ഇടപാടും. അത്രയും ശലോമോന് സമ്പാദിക്കാൻ പറ്റിയതൊക്കെ, അല്ലെങ്കിൽ ശലോമോൻ അത്രയും വലിയ വ്യത്യസ്തമായ ആളായത് ആത്മാവിനാലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കണ്ടു, ദാനിയേലിനകത്തുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്പിരിറ്റ് ദാനിയേലിനുണ്ടായിരുന്നു. അപ്പോൾ ആ സ്പിരിറ്റാണ് യഥാർത്ഥമായിട്ട് ദാനിയേലിനെ വിശിഷ്ടം അല്ലെങ്കിൽ വിശേഷത ഉള്ള വ്യക്തിയാക്കി മാറ്റിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആ ഒരു യഥാർത്ഥമായൊരു ആശയം, എന്തുകൊണ്ട് ഇവിടെ നെഹമ്യാവിന് മാത്രം ഈ ദുഃഖം തോന്നുന്നു, വേറെ ആർക്കും ദുഃഖം തോന്നുന്നില്ല? അപ്പം നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു
മാതാവ് അല്ലെങ്കിൽ ഒരു പേരന്റ് അല്ലെങ്കിൽ ഒരു അപ്പനോ അമ്മയോ തൻ്റെ കുഞ്ഞിന് ഏറ്റവും നല്ല കാര്യങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് ഡെഫിനറ്റ്ലി നല്ലത് കിട്ടാനാണ്, അല്ലെങ്കിൽ തൻ്റെ കൊച്ചിന് നല്ലത് കൊടുക്കാനാണ് ദൈവത്തിന് ആഗ്രഹം. ഇനിയിപ്പോൾ എന്തെങ്കിലും ദൈവത്തിൻ്റെ തന്നെ പദ്ധതിയിൽപ്പെട്ട് ഒരു പ്രത്യേകമായ ഒരു ട്രയൽസ് കാര്യങ്ങളിലൂടെ കടത്തിവിട്ടാലും അവൻ പൊന്നുപോലെ പുറത്തു വരും എന്ന് പറഞ്ഞാൽ അവൻ്റെ എൻ്റെ ലൈഫ് ഒരു അവസ്ഥയിലായിരിക്കത്തില്ല. പ്രത്യേകിച്ച് പരീക്ഷണമൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ലേഖനങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ പൗലോസ് ഒക്കെയും വളരെയധികം ബുദ്ധിമുട്ടിലാണെങ്കിലും ആള് ആത്മീയമായി കത്തി നിൽക്കുകയാണ്. ആ സമയത്തും ഹീ സോ പ്രൊഡക്റ്റീവ്, ആത്മാവിനാൽ പ്രൊഡക്റ്റീവാണ്. ലേഖനങ്ങൾ എഴുതുമ്പോൾ തന്നെ അതിലും ആ സമയത്തും അതായത് അവൻ്റെ എഴുത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെയും ഹല്ലേലൂയ അനേകരെ മുന്നോട്ട് കത്തിക്കാൻ ഡ്രൈവ് ചെയ്യാൻ കേപ്പബിളാണ്. അപ്പോൾ ശരിക്കും ഒരു വ്യക്തിക്ക് പരീക്ഷണമാണോ പാപത്തിൽ പെട്ടതാണോ, പരീക്ഷണമായ വ്യക്തിക്ക് അവനെ അറിയാം, വൈ ഐ ആം ഇൻ ദിസ്. ഹി നോസ്, വെരി ജെന്യുവൻലി ഹി നോസ്. അതേസമയം വേറെ എന്തെങ്കിലും പാപത്തിൻ്റെ രീതിയിലോട്ട് പോയിട്ട് അങ്ങനെയാണെങ്കിൽ ആൾക്ക് മനസ്സിലാവുകയും ഇല്ല. അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് നമുക്ക് കുറച്ച് പോകേണ്ടത് ആവശ്യമുണ്ട്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ കാര്യം ചെറിയൊരു വാക്യമാണ് എഴുതിയേക്കുന്നത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്ന് കാര്യം ഒരു ചെറിയൊറ്റ എഴുത്താണെങ്കിലും അതിൻ്റെ ആശയം ഒത്തിരി ഡീപ്പാണ്. ഹല്ലേലൂയ. അപ്പോൾ ദുഃഖം എന്ത് ടൈപ്പുള്ള ദുഃഖമാണെന്ന് ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, എന്തുകൊണ്ട് ഈ നെഹമ്യാവിന് ദുഃഖം തോന്നി, വേറെ ആർക്കും ദുഃഖം തോന്നുന്നില്ല? ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു, പാപത്തിൽപ്പെട്ട് ഇരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ അവസ്ഥ അയാൾക്ക് തന്നെ മനസ്സിലാവണമെന്ന് പോലും നിർബന്ധമില്ല എന്നും പറഞ്ഞു. അത് ആത്മീയമായിട്ട് അത് ശരിയാണോ? ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം, അല്ലെങ്കിൽ അതിന് ആത്മീയമായിട്ടുള്ള അതിൻ്റെ റീസണിങ് എന്താണെന്ന് നമുക്ക് ഒന്ന് ആഴത്തിൽ നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പാപ സ്ത്രീയോടെ നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ട് ഫലം പറിച്ചതിനെ ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഈ വേദഭാഗങ്ങളിൽ നിന്ന് ഡീറ്റെയിലായിട്ട് ആഴത്തിൽ ചിന്തിച്ച അതാണ്. ഈ വേദഭാഗത്തിൽ ഞാൻ ആരാധനയ്ക്ക് പരിശുദ്ധാത്മാവ് എന്നെ നടത്തിയ ഒരു രീതി എന്ന് പറഞ്ഞാൽ, വചനം പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള ആ ടോപ്പിക്കിൽ നിന്ന് ഈ വേദഭാഗത്തിലൂടെ വചനം അല്ലെങ്കിൽ നോളജിൻ്റെ പ്രാധാന്യം എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. ഇതേ വേദഭാഗത്തിൽ വേറൊരു മർമ്മപ്രധാനമായ ഒരു കാര്യവും ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സ്പിരിച്വൽ വാർഫെയർ ആണ്. ആത്മീയമായ അല്ലെങ്കിൽ സാത്താനുമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പല കാര്യങ്ങളും ഈ വേദഭാഗങ്ങളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ആശയത്തിൽ, അതായത് സ്പിരിച്വൽ വാർഫെയർ, സാത്താനുമായിട്ടുള്ള ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഈ വേദഭാഗം ഒന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. ഈ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള കാര്യം യഥാർത്ഥമായി മനസ്സിലാകണമെങ്കിൽ, എന്തുകൊണ്ട് നെഹമ്യാവിന് ദുഃഖം തോന്നി മറ്റുള്ളവർക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നതിന് വേണ്ടി നമുക്ക് ഈ സാത്താൻ നമ്മളിൽ ചെലുത്തുന്ന അല്ലെങ്കിൽ ചില സ്വാധീനങ്ങൾ, ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച അത് അങ്ങനെ എടുത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാവരും അത് കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം,
ആരെങ്കിലും അതിനകത്ത് ഇല്ലെങ്കിൽ നമുക്ക് വളരെ സുപരിചിതമായ വിഷയമാണ്, ടോപ്പിക്കാണ് ഈ ഒരു പർട്ടിക്കുലർ ഒരു വേദഭാഗം. മനുഷ്യൻ്റെ വീഴ്ച അല്ലെങ്കിൽ ഹൗവ പാപം ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഹൗവ നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചതുപോലെ യേശുവിനെ പോലെ യേശുവിൻ്റെ ഇമേജുള്ള ഒരു വ്യക്തിയാണ് ഹൗവ അല്ലെങ്കിൽ ആദാം. കാരണം ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പാപം ഇപ്പോൾ നടന്നിട്ടില്ല. 3-ാം അധ്യായത്തെ ആദ്യത്തെ ഭാഗങ്ങളിലൊന്നും പാപം വന്നിട്ടില്ല. അപ്പോൾ ഇവരുടെ ഉള്ളിൽ പാപമില്ല, പുറത്ത് പാപമില്ല. വളരെ പ്യുവറായിട്ടിരിക്കുന്ന ഈ മനുഷ്യനെ വീഴിക്കാൻ വേണ്ടി സാത്താൻ വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ സാത്താൻ ഈ ദൈവം കൊടുത്ത ആ ആകപ്പാട് ഇവരുടെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു ടീച്ചിങ്, ഇവരുടെ ഒരു ലേണിംഗ് സിസ്റ്റം അത് മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു കൺഫ്യൂഷനാണ് സാത്താൻ വരുത്തിയത്. ഹല്ലേലൂയ. യഥാർത്ഥമായി ശരിക്കും ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഹല്ലേലൂയ ഇവിടുത്തെ ചോദ്യം. ഞാൻ ഞായറാഴ്ച പറഞ്ഞതുപോലെ യേശുവിൻ്റെ ആ പരീക്ഷണഘട്ടത്തിലും സാത്താൻ ചോദ്യവുമായിട്ട് ചെന്നു. പക്ഷെ യേശുവിൻ്റെ ആ പരീക്ഷണം യേശു ഹാൻഡിൽ ചെയ്തതും ഹൗവ ഹാൻഡിൽ ചെയ്തതും തമ്മിലുള്ള വലിയ വ്യത്യാസം, യേശുവിന് ഈ സാത്താൻ്റെ യഥാർത്ഥമായ ഇൻറ്റൻഷൻ മനസ്സിലായി. അതനുസരിച്ച് യേശു മറുപടി പറഞ്ഞു. പക്ഷെ ഇവിടെ ഹൗവയ്ക്ക് ഈ സാത്താൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലായേയില്ല. വളരെ നിഷ്കളങ്കമായി അല്ലെങ്കിൽ അവൾ പഠിച്ച അവൾക്ക് മനസ്സിലായ ആ ഒരു കാര്യം അങ്ങനെ തന്നെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് ഇച്ചിരി കൂട്ടിയും പറഞ്ഞു, തൊടുകയും അരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, ഇനിയും ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയും പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ സ്പിരിച്വൽ വാർഫെയറിൻ്റെ ആംഗിളിലോട്ട് നമ്മൾ പോകുമ്പോൾ ഈ സാത്താൻ നമ്മുടെ അടുത്ത് വരുന്നത് നമ്മളെ വീഴിക്കാനാണ്, നമ്മുടെ ഒരു നന്മയ്ക്കല്ല. അപ്പോൾ യേശു ആണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ഇമ്മീഡിയറ്റ്ലി സാത്താൻ എന്ത് ഉദ്ദേശിച്ചോ അതിന് കൗണ്ടറായിട്ടുള്ള ഒരു ആത്മാവിൻ്റെ ഒരു നിലവാരം യേശുവിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശു 3.5 വർഷക്കാലമാണ് ശുശ്രൂഷ റെക്കോർഡിക്കലി. അതേസമയം യേശുവിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, ആ പൈതൽ ആ ജ്ഞാനം വളർന്ന് അല്ലെങ്കിൽ അവൻ്റെ വിസ്ഡം അവൻ ഇൻക്രീസ് ചെയ്ത് മനുഷ്യർക്കും ദൈവത്തിനും പ്രസാദമായി അവൻ വളർന്നു എന്നുള്ള ഒരു വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ യേശുവിൻ്റെ ഈ ജ്ഞാനം യേശു ഇങ്ങനെ കൂട്ടിക്കൊണ്ട് ഇരുന്നു എന്ന്, അല്ലെങ്കിൽ ജ്ഞാനം യേശു ദൈവമാണ്, അറ്റ് ദ സെയിം ടൈം തന്നെ ആത്മാവിനാൽ അല്ലെങ്കിൽ ഫുൾ ദൈവികത അല്ലെങ്കിൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയ മീൻസ് ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പല സംശയങ്ങളും അല്ലെങ്കിൽ പല സംഭവങ്ങളും വരും. അതുകൊണ്ട് ഞാനതിനകത്ത് തുടർന്നില്ല. ഇനി ഇങ്ങനൊരു വാക്യമുണ്ട്, അവൻ്റെ ജ്ഞാനം വർദ്ധിച്ചു അല്ലെങ്കിൽ ജ്ഞാനത്തിൽ വളർന്നു എന്നുള്ളൊരു വാക്യമുണ്ട്. ഇനിയും അപ്പോൾ യേശു അവിടെ സാത്താനെ ഒറ്റയടിക്ക് അല്ലെങ്കിൽ ആ ഒറ്റയടിക്ക് അവൻ്റെ ആ ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ പറഞ്ഞു. 3 ക്വസ്റ്റ്യനും 3 ടൈമും അവന് സാത്താനെ അവൻ്റെ തന്ത്രം മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള ആൻസർ കൊടുത്തു. ഓക്കെ. അപ്പോൾ സാത്താൻ അവനെ വിട്ടുപോയി. ഓക്കെ. പക്ഷേ ഇനിയും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൗവയുടെ കാര്യത്തിൽ ഹൗവയ്ക്കിത് മനസ്സിലായില്ല. മനസ്സിലാകാത്തത് കൊണ്ട് സാത്താന് അവിടെ പ്രൊസീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫർദറായിട്ട് അവൾക്ക് അല്ലെങ്കിൽ അവൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് മുന്നോട്ട് പോകുവാൻ അവനൊരു അവസരം ലഭിച്ചു. ആ
ലഭിച്ച കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കില്ല നിശ്ചയം, അത് തിന്നുന്ന നാളെ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ഇനി ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുവിനെപ്പോൾ ഒരു പാപവും ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണ് ഹവ്വ ഈ സമയം വരെ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഹവ്വയിലോ പോലും സാത്താൻ കുറച്ചു നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ ഇവിടെ അഭിപ്രായം തന്നെ മാറിപ്പോയി. ഇവൾ കുറച്ചു മുമ്പേ അത് തിന്നാൻ പോയിട്ട് തൊടാൻ പോലും മടിച്ച ആ വൃക്ഷത്തിന്റെ ഫലം ഇപ്പൊ അവക്ക് തോന്നുന്നത് എന്താ? ഇത് വളരെ കാണാൻ ഭംഗിയുള്ളതായിട്ട് അവൾക്ക് തോന്നുന്നു, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് തോന്നുന്നു, അത് തിന്നാൻ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവള് നമ്മളെ പോലെ അല്ല അവള്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞതാണ്. ഒരു പാപവും ഇല്ലാത്ത അകം പ്യുവറായ ഹൃദയമുള്ള വ്യക്തിയാണ്. അപ്പൊ സാത്താൻ ആകപ്പാട് സംഭവം സാത്താൻ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണമേ, സാത്താൻ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സാത്താന് അവളെ ഈസിലി കൺവിൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ സാത്താന് ഹവ്വേനെ കൺവിൻസ് ചെയ്ത് അവിടെ അഭിപ്രായം മാറ്റാമെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെയൊക്കെ കാര്യത്തിൽ എത്ര പെട്ടെന്ന് നടക്കും. അതുകൊണ്ടാണ് നമുക്ക് ഹല്ലേലൂയ സാത്താനുമായിട്ട് ഒരു ഇടപാടും ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല ആക്ച്വലി. കാരണം ഇത്ര പ്യുവറായിരിക്കുന്ന, ഇപ്പം നമ്മളൊക്കെ പ്യുവറായാൽ പോലും, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ആ പാപം ഇല്ലാത്ത മനുഷ്യനെ സൃഷ്ടിച്ച അവസ്ഥയിലോട്ട് മാറാനാണ് ഈ പാണിയൊക്കെ പറയണത്. അപ്പം എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന വ്യക്തി ഫെയിലായി പോയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ എത്ര അലർട്ടായിരിക്കണം ഈ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു കാര്യത്തിന്, ഇങ്ങനെയുള്ള വരുന്ന ഒരു കാര്യത്തിന് ഒരു കൗണ്ടറായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം അതായത് പ്യുവറായിരിക്കുന്ന ഹവ്വ വീണുപോയി. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല, ബൈബിൾ പ്രകാരം പറയുന്നു, കുറച്ചു നേരം സാത്താൻ നമ്മളോട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ കുറച്ചു നേരം സാത്താന് നമ്മുടെ ചിന്തകളെ വിട്ടുകൊടുത്താൽ, സാത്താൻ പറയുന്നത് സത്യവും ദൈവം പറയുന്നത് കള്ളവുമായിട്ട് തോന്നും. അതിപ്പോഴും തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ചിന്താഗതികൾ, അതുപോലെ തന്നെ ആ ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ തമ്മിൽ 1-ാം സങ്കീർത്തനത്തിന്റെ കാര്യങ്ങളോ പറയുന്നില്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? ഹല്ലേലൂയ. കുറച്ചു നേരം സാത്താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചാൻസ് കൊടുത്താൽ നമുക്ക് സാത്താൻ പറയുന്നത് സത്യവും ദൈവം പറയുന്നത് കള്ളവുമായിട്ട് തോന്നും. ഹവ്വയ്ക്ക് തോന്നിയാൽ പിന്നെ നമ്മുടെ കാര്യമൊന്നും പറയാതിരിക്കല്ലേ വേണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി ഞാൻ വേറൊരു ആശയം പറയാം. ഹൈപ്പോത്തറ്റിക്കലി സാത്താൻ അന്ന് ഹവ്വയുടെ അടുത്ത് ചെന്നില്ലായിരുന്നെങ്കിലോ ഹവ്വ പാപം ചെയ്യുമായിരുന്നോ? അതായത് സാത്താൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, സാത്താൻ അങ്ങനെ ഹവ്വയുടെ അടുത്ത് ചെല്ലണില്ല. അങ്ങനെയെങ്കിൽ ഹവ്വ പാപം ചെയ്യുമായിരുന്നു. ഹൈപ്പോത്തറ്റിക്കലി ഒന്ന് ചിന്തിച്ചാൽ മതി. കുറച്ച് അത് ആവശ്യമുണ്ട്. ദൈവം നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സാത്താൻ അവിടെ ചെല്ലുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഹവ്വ പാപം ചെയ്യാൻ വകുപ്പില്ല. അതിനകത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ? അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കലിയാണ്, അതായത് അത് ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ട കാര്യമായതുകൊണ്ട് അതൊക്കെ നടക്കും. പക്ഷേ സാത്താൻ ചെന്നില്ലെങ്കിൽ പാപം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഹല്ലേലൂയ. ഇനിയാണ് ഞാൻ പറഞ്ഞ ആത്മീയമായ മർമ്മം കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മളെ എന്താ ഇത് പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ. ഈ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. ഹല്ലേലൂയ. യേശു പത്രോസ് ഇങ്ങനെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ ഉടനെ തന്നെ
യേശു ഒരു താക്കോലെടുത്ത് കൈ കൊടുത്തിട്ട് പറയുക, നീ ഭൂമി കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. അല്ലേ? നമ്പർ 1. അതായത് പത്രോസ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എന്ന് യേശു അറിഞ്ഞിട്ട് തന്നെയാണ് അത് കൊടുത്തത്. ഇതേ കീ ഉപയോഗിക്കാൻ ആൾ ഫെയിലുമായി കുറച്ച് കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് യേശുവിന് തന്നെ അവനെ, സാത്താനെ എന്നെ വിട്ടു പോന്ന് ശാസിക്കേണ്ടി വന്നു. കാരണം പത്രോസിന്റെ ഉള്ളിലെ ചിന്താഗതി, അതായത് സാത്താൻ പത്രോസിന്റെ ഉള്ളിൽ നിന്ന്, ഇവിടെ സ്ത്രീ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ നിന്ന് പുറത്തുനിന്നാണ് വന്നത്. ഈ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം ചിന്തിച്ചതുപോലെ ഈ ഉള്ളിൽ തന്നെ ഈവിള്, ഹൃദയത്തിൽ തന്നെ ഈവിളാകുമ്പോൾ പ്രത്യേകിച്ച് എങ്ങോട്ടും പോകണ്ട, ഉള്ളിൽ തന്നെ സാത്താൻ വന്ന് സംസാരിപ്പിച്ചോളും. അത് പത്രോസിന് വരെ ബാധകമായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം എന്താ ചെയ്തത്? യേശു എന്താ ചെയ്തത്? ഒറ്റ ശാസന, സാത്താനെ വിട്ടുപോയപ്പോൾ ആളൊക്കെ അവൻ്റെ ബോധം നേരെ വീണു. It can happen to anyone. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്പർ 1, നമുക്ക് സാത്താനെ യഥാർത്ഥമായ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമ്മുടെ യഥാർത്ഥമായ നാഥനായിട്ട്, ഇടയനായിട്ട് ദൈവത്തിനെ നമ്മൾ കൺട്രോൾ ഏൽപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ മകനായി നമ്മൾ ചെല്ലുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി താക്കോലെടുത്ത് കൈ തരും. വി ഹാവ് ദ റൈറ്റ് ടു റിബ്യൂക്ക് സാത്താൻ. നമ്മളത് ചെയ്യണം. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ സാത്താൻ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ അതിനെ അഴിച്ചു മാറ്റണം. പിന്നെ അടുത്ത് വരാൻ അനുവദിക്കാതെ അതിനെ മാറ്റി നിർത്തിക്കണം. നമ്പർ 1. ഇനി രണ്ടാമതായിട്ട് യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ എന്താ പഠിപ്പിച്ചേ? ഞങ്ങളെ പരീക്ഷയിൽ അകപ്പെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ഹല്ലേലൂയ. കാരണം യേശുവിനറിയാം, ഈ സാത്താൻ അടുത്തുണ്ടെങ്കിൽ, സാത്താൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, സാത്താൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പണി നടക്കില്ലാന്നേ. ആത്മാവ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, ഒരു പണി നടക്കില്ല. ഇനി അതിൻ്റെ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഈ യേശുവിൻ്റെ 3 പരീക്ഷണം കഴിഞ്ഞില്ലേ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. സാത്താൻ എന്നിട്ട് അവനെ കുറച്ച് നാൾ പോയി എന്ന് തന്നെ എഴുതിയേക്കണേ. അതായത് there were no സാത്താൻ, അല്ലെങ്കിൽ സാത്താൻ്റെ ഒരു സിസ്റ്റം അവിടെ ഇല്ല. എന്നിട്ടാണ് യേശു ഈ പറഞ്ഞ ശുശ്രൂഷയിലോട്ട്, കനാവിലെ കല്യാണം അതുപോലത്തെ കാര്യങ്ങളിലോട്ടൊക്കെ ആ രീതിയിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ സാത്താൻ ഉണ്ടെങ്കിൽ യേശുവിന് പോലും ബുദ്ധിമുട്ടാണെന്ന് ഒരു വേണമെങ്കിൽ കുടിക്കും. അപ്പം ഇത് മൾട്ടിപ്പിൾ ലെയർ ഓഫ് സെക്യൂരിറ്റി കേസ് യേശു നമ്മളെ ഓർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും ബോധേഡല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം, അല്ലെങ്കിൽ പരീക്ഷയിൽ അകപ്പെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥനയിൽ വാക്കുണ്ട്, ഒരു വാക്യമുണ്ട്. ഇനിയും ശിഷ്യന്മാരോട് ഓർപ്പിച്ചപ്പോൾ എന്താ ചെയ്യണേ? വാച്ച് ആൻഡ് പ്രേ. അല്ലെങ്കിൽ നിങ്ങളുടെ ജഡം ബലഹീനമാ, ആത്മാവ് ഒരുക്കമുള്ളതാ സത്യം, പക്ഷെ ജഡം ബലഹീനമാ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അതായത് പരീക്ഷയിൽ അകപ്പെട്ട് പ്രശ്നത്തിൽ ഇട്ടിട്ട് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, മുൻകൂർ ജാമ്യം എടുത്ത് പ്രാർത്ഥിച്ചോളാൻ. അപ്പൊ ഈ സാത്താൻ, അതായത് യേശു നമ്മളെ പഠിപ്പിച്ച മൊത്തത്തിൽ സിസ്റ്റം നോക്കുമ്പോൾ സാത്താനെ മാറ്റി നിർത്താൻ നമുക്ക് അധികാരമുണ്ട്. നമ്മളത് ചെയ്തിരിക്കണം. അത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ, സഭയിൽ, നമ്മുടെ തന്നെ ലൈഫിൽ, നമ്മുടെ ഇടപാടുന്ന എല്ലാ ശുശ്രൂഷയിൽ, എല്ലാ ഇടപാടിലും, ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസികമായ, സാമൂഹ്യമായ എവിടൊക്കെ ഒരു യഥാർത്ഥ വിശ്വാസം ഇടപെടുന്നുണ്ടോ, മുൻകൂട്ടി പ്രാർത്ഥിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒരന്ധകാര ശക്തിയും എൻ്റെ അടുക്കൽ, എൻ്റെ ടെറിട്ടറിയിൽ, എൻ്റെ അധികാരത്തിൽ, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതിയിൽ ഞാൻ അനുവദിക്കുന്നില്ല, യേശുവിൻ്റെ നാമത്തിൽ എന്ന് കൽപ്പിച്ച് മാറ്റി നിർത്തിക്കണം. അതാണ് ഇതിനെ പിടിച്ച് മാറ്റി നിർത്തുന്ന ഇടപാട്. ഇത് ചെയ്തോണം. എന്നാലേ പരിശുദ്ധാത്മാവ് നമ്മൾ ഉണ്ടെങ്കിൽ പോലും, പരിശുദ്ധാത്മാവ് ഓഫ് കോഴ്സ് വേണം, നമ്മൾ ദൈവത്തിൻ്റെതായ ഉദ്ദേശത്തിലോട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി സപ്പോസ് നമ്മൾ വളരെ വീക്കാണ്, നമുക്ക് ഈ പറഞ്ഞ് ശാസിക്കാനോ നമുക്ക് ബത്സിക്കാനോ ഒന്നും ഒരു കോൺഫിഡൻറ്റും ഇല്ല, കപ്പാസിറ്റി ഇല്ല, നമ്മൾ ആത്മീയമായി എന്തെങ്കിലും വളരെ വീക്കാണ്, ഒരു പക്ഷേ നമ്മൾ ഒരു പാപത്തിൽ അകപ്പെട്ടു, നമ്മുടെ പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി കുത്തി, യഥാർത്ഥമായി പരിശുദ്ധാത്മ മനസ്സിലാക്കി നമ്മൾ യഥാർത്ഥമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുന്നു, നമുക്ക് പാപക്ഷമ ഒരു ഹാർഡ്ലി കിട്ടിയെന്ന് വെച്ചോ. ബട്ട് ആ സമയം നമ്മൾ ആത്മീയമായി വീക്കായി കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് ആത്മീയമായ പഴയ ആ ഒരു അവസ്ഥയിലോട്ട് വരിക.
ആ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഇല്ലേ, അല്ലെങ്കിൽ ആ സമയം പോലും സാത്താൻ എപ്പോൾ വേണമെങ്കിൽ നമ്മളെ വീഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫാട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും ദൈവം ഒരു വേറെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഓപ്ഷനാണ് 35-ാം സങ്കീർത്തനത്തിന്റെ പ്രിവിലേജ്. എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ, നീ അതെ പരിചയം പലകയുമായി എഴുന്നേക്കണമേ, കുന്തമൂരി ശത്രുവിന്റെ വഴി അടച്ചു കളയണമേ. ഹല്ലേലൂയ. അപ്പൊ അപ്പോഴാണെങ്കിലും ശ്രദ്ധിക്കണേ, അതായത് ഓൺ അവർ ബിഹാഫ്, ഹല്ലേലൂയ, ദൈവം ചെയ്തോളും. പക്ഷെ നമ്മൾ ദൈവത്തോട് ദൈവമേ, ഐ എം സോ വീക്ക്, ഐ നീഡ് യുവർ ഹെൽപ്പ്, യു പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഹെൽപ്പ് ചെയ്യുക. യെസ്, നീ എൻ്റെ ശത്രുവിനെ നീ ഡീൽ ചെയ്യാൻ പറഞ്ഞ ആ ദൂതന്മാർ ചെയ്തോളും. ഹല്ലേലൂയ. ഇതേ യേശു തന്നെയാണ്, ഇതുകൊണ്ട് തന്നെയാണ് പിന്നെയും ആ 91-ാം സങ്കീർത്തനത്തിൽ സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാവിനെ നീ മെതിച്ചു കളയുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തു തന്നിരിക്കുന്നത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഇങ്ങനെയാണ് പോകേണ്ടത്. സാത്താനെ മാറ്റി നിർത്തണം. വി ഹാവ് ദ റൈറ്റ്, വി ഹാവ് ദ പവർ, വി ഹാവ് ദ അതോറിറ്റി, വി ഹാവ് ദ സിസ്റ്റം. ഒരിക്കലും സാത്താനും നമ്മൾ ഒരുമിച്ച് പോകുന്നുള്ള ഒരു കൺസെപ്റ്റ് വേണ്ട. അത് പറ്റില്ല, അത് ശരിയാവത്തില്ല. നമുക്ക് ഒരു പണി നടക്കില്ല. ദൈവികമായി നമ്മളെ പല കാര്യങ്ങൾ ദൈവത്തിന് പലതും ചെയ്തെടുക്കാനുണ്ട്. നമ്മളിലൂടെ നമുക്ക് പല അനുഗ്രഹം കിട്ടാനുണ്ട്. അതിനൊക്കെ തടസ്സമായി വരുന്നത് സാത്താനാണ്. ഇനി ഞാൻ ആ കാര്യം പറയാം. കാരണം നമ്മൾ ഹവ്വയ്ക്ക്, അതായത് തൊടാൻ പോലും കൊള്ളില്ലാത്ത ആ ബലം നല്ലതാണെന്ന് തോന്നി തിന്നാമെങ്കിൽ, ഈ സാത്താൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, നമ്മുടെ ചിന്താമണ്ഡലത്തിലോട്ടിരുന്നാൽ, ഹല്ലേലൂയ, സാത്താൻ പറയുന്നത് ശരിയാന്ന് തോന്നും. അതായത് നമുക്കൊരു ദുഃഖവും തോന്നില്ല. അതേസമയം പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിന്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിന്, അന്ധകാര ശക്തികളെ മാറ്റി നിർത്തുന്ന നെഹമ്യാവിന്, ഇസ്രായേലിന്റെ ബുദ്ധിമുട്ട്, ഇസ്രായേൽ ഇടിഞ്ഞു കിടക്കുന്ന, മതിലിടിഞ്ഞു കിടക്കുന്ന അവസ്ഥ മനസ്സിലായി. ഹല്ലേലൂയ. ഇസ്രായേലിന് വേണ്ടി കരയാനും ദുഃഖം തോന്നുവാനും ഇടവന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ യഥാർത്ഥമായി ആത്മാവിൽ അലർട്ടല്ലെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ, സാത്താൻ പറയുന്നത് ശരിയും ദൈവം പറയുന്നത് തെറ്റുമായിട്ട് തോന്നും. അത് വളരെ ഡേഞ്ചറായ അവസ്ഥയാണ്. അതുമാത്രമല്ല, നമുക്ക് ആത്മീയമായ ആ സാത്താനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥമായ ഒരു സ്നേഹം തോന്നത്തുമില്ല. യഥാർത്ഥമായ ഒരു സ്നേഹം തോന്നിയാൽ മാത്രമേ ഈ കാര്യത്തെക്കുറിച്ചൊരു ദുഃഖം തോന്നും. അല്ലെങ്കിൽ നമ്മൾ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥ, ആത്മീയ കണ്ണ് തുറന്ന് അതിനകത്തൊരു ദുഃഖം തോന്നുള്ളൂ. പ്രിയ ദൈവമക്കളെ, അതെ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറയുമ്പോൾ യഥാർത്ഥമായ ആത്മീയ പുഷ്ടിയോടെ, അതിന് മുമ്പത്തെ വാക്യം ആത്മാവിനെ ബെഗ് ചെയ്ത് പ്രാപിച്ച് ആ യഥാർത്ഥമായ ആ കൺസെപ്റ്റിൽ നിർത്തി അന്ധകാര ശക്തികളെ മാറ്റി നിർത്തിയാൽ ദുഃഖം തോന്നുന്നിടത്ത് ദുഃഖം തോന്നുകയും, പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിക്കുകയും, ഇടിവിൽ നിൽക്കേണ്ടടുത്ത് ഇടിവിൽ നിൽക്കുകയും, നമ്മുടെ എല്ലാ മേഖലകളും ധാരാളമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്.